ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമായ കാസ്പിയൻ കടലിൽ നിന്നൊരു അത്ഭുത വാർത്തയാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെ അതിശയിപ്പിക്കുന്നത്. റഷ്യയിലെ ഗവേഷകരുടെ പര്യവേഷണ പ്രവർത്തനങ്ങളിലൂടെ ഈ ജലാശയത്തിന്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മാലി എം ചൂഷ്ണി മേഖലയിൽ ഒരു പുതിയ ദ്വീപ് ഉദയം കൊണ്ടതായി സ്ഥിരീകരിച്ചു. പുതിയ ദ്വീപിന്റെ പ്രത്യക്ഷപ്പെടൽ അപ്രതീക്ഷിതമൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാസ്പിയൻ കടലിന്റെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും പ്രകൃതിപരമായ ഭൗമ പരിഷ്കാരങ്ങളുടെയും ഘടനയാണ് ഇതിന് ആധാരമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 2023 നവംബറിലാണ് ആദ്യമായി ഉപഗ്രഹ ചിത്രങ്ങളിൽ ദ്വീപിന്റെ രൂപരേഖകളുടെ സൂചനകൾ വ്യക്തമായത്. തുടർന്ന് പ്രദേശത്ത് നടത്തിയ ജിയോളജിക്കൽ ഫീൽഡ് സ്റ്റഡീസുകളിലൂടെയാണ് ദ്വീപിന്റെ ഉറവിടവും ഭൗമഘടനയും വിശദമായി പരിശോധിച്ചത്. ഏകദേശം 1.5 ലക്ഷം ചതുരശ്ര മൈലുകൾ വിസ്തൃതിയിലുള്ള കാസ്പിയൻ കടൽ യൂറേഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ജലസ്രോതസ്സാണ്. അതിന്റെ ജൈവ വൈവിധ്യവും സാംസ്കാരിക ഭൗമപരമായ സ്വഭാവവും ഈ ജലാശയത്തെ ആഗോളതലത്തിൽ പ്രസിദ്ധിയിലേക്ക് നയിച്ചു. പുതിയ ദ്വീപിന്റെ ഉത്ഭവം ജലജീവികൾക്കും പാഴ്മരങ്ങൾക്കും പ്രത്യേകിച്ച് കാസ്പിയൻ സീലുകൾക്കും തദ്ദേശീയ പക്ഷികൾക്കും ഒരു ആശ്രയ കേന്ദ്രമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രദേശത്തെ ജൈവ പരിസ്ഥിതിക്കു പുതിയ ഉണർവുകൾ നൽകാനാണ് സാധ്യത. അതേസമയം പുതിയ ദ്വീപുകളുടെ രൂപീകരണം ഭൂമിയിലെ അപൂർവമായെങ്കിലും ആവർത്തനമുള്ള ഒരു പ്രകൃതിദത്ത പ്രതിഭാസമാണ്. അതിൽ പലതും സമുദ്രത്തിനടിയിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളാലോ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളാലോ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള ഭൂപരിഷ്കാരങ്ങൾ ശാസ്ത്രലോകത്തിന് പുതിയ വിസ്മയങ്ങൾ സമ്മാനിക്കുന്നതിനോടൊപ്പം പ്രകൃതിയുടെ ശക്തിയും ആവർത്തന ശക്തിയും മനസ്സിലാക്കാനുള്ള ഒരു ജാലകമാവുകയും ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭൂമിശാസ്ത്ര ചലനങ്ങളുടെയും ഫലമായി ഈ ദ്വീപുകളുടെ ഉദയം മനുഷ്യ ജീവിതത്തെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന ഗൗരവപ്പെട്ട അവസ്ഥകളുടെ പ്രതീകവുമാണ്. പുതിയതായി ഉയർന്ന ഈ ദ്വീപ് മനുഷ്യന്റെ അറിവിലേക്കുള്ള പ്രകൃതിയുടെ തുടർച്ചയായ സംഭാവനയായി കണക്കാക്കാം. ഭൂമിയുടെ ഉള്ളിലെ ഉത്തേജനങ്ങളും ജലനിരപ്പുകളുടെ മാറ്റങ്ങളും നമ്മുടെ ഗ്രഹത്തിന്റെ ദൈനംദിന ചലനങ്ങളാണ്. പുതിയതായി ഉയർന്ന ഈ ദ്വീപ് മനുഷ്യന്റെ അറിവിലേക്കുള്ള പ്രകൃതിയുടെ തുടർച്ചയായ സംഭാവനയായി കണക്കാക്കാം. ഭൂമിയുടെ ഉള്ളിലെ ഉത്തേജനങ്ങളും ജലനിരപ്പുകളുടെ മാറ്റങ്ങളും നമ്മുടെ ഗ്രഹത്തിന്റെ ദൈനംദിന ചലനങ്ങളാണ്. പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾ മനുഷ്യരാശിക്ക് പുതുമകൾ കാണിക്കുകയും പഠിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്.